KPCC നേതൃത്വത്തിന്റെ അനുനയത്തിൽ രാജിയിൽ നിന്നും പിന്മാറി അലോഷ്യസ് സേവ്യർ. സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു KSU സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ അലോഷ്യസ് നീക്കം നടത്തിയത്. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ രാജിയില്ലെന്ന് അലോഷ്യസ് സമൂഹമാധ്യമത്തിലൂടെ അറിയിക്കുകയായിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, അങ്ങ് ദില്ലിയിൽ കെ സുധാകരൻ വലിയ കലാപം സൃഷ്ടിക്കുമ്പോൾ ഇവിടെ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാജിവെക്കുന്നു എന്ന വാർത്ത വന്നു. രാജി സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു. ഇപ്പോൾ ആ നീക്കത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് അലോഷ്യസ് സേവ്യർ. എന്തുറപ്പാണ് പാർട്ടി നേതൃത്വം അലോഷ്യസ് സേവ്യറിന് നൽകുന്നത്? നീലിമ, നാടകീയമായ നീക്കങ്ങളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൂടെ കടന്നുപോയത്. KSU സംസ്ഥാന അധ്യക്ഷൻ രാജിവെക്കുന്നു, രാജിപ്രഖ്യാപനം നടത്തി. രാജി NSUവിൻ്റെ ദേശീയ നേതൃത്വത്തിന് അയക്കുന്നു. തുടർന്ന് താൻ രാജിവെക്കുന്നതായി പ്രഖ്യാപനം നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ നാടകീയമായ നീക്കങ്ങളായിരുന്നു കഴിഞ്ഞ മണിക്കൂറിലുടനീളം ഉണ്ടായത്. സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇത്തരത്തിലൊരു രാജിപ്രഖ്യാപനം KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ ഈ രാജിക്കത്തിൽ പറയുകയും ചെയ്തിരുന്നു. നേതൃത്വത്തിലെ തൻ്റെ പോരാട്ടങ്ങളെ കാണാതെ കണ്ടില്ലെന്നും നടിച്ചു. ഇത്തരത്തിൽ നിരവധി സമരങ്ങൾ നടത്തി ജയിലിൽ കിടന്നു. ഈ സമര പോരാട്ടങ്ങളെയൊന്നും കണ്ടില്ല എന്നും നടിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു രാജിക്കത്ത് നൽകിയത്. രാജിക്കത്ത് നൽകി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ KPCC നേതൃത്വം ഇടപെടുകയും തുടർന്ന് ഇത്തരത്തിൽ അനുനയ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് മലക്കം മറിഞ്ഞുകൊണ്ട് രാജി നൽകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്. ഇത്തരത്തിൽ വാർത്തകൾ അല്ല വസ്തുത എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അലോഷ്യസ് സേവ്യർ രംഗത്തെത്തിയിരിക്കുന്നത്. താൻ രാജിവെച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് പിന്നാലെ സീറ്റ് ചർച്ചകൾ നടക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ആദ്യഘട്ടത്തിലെല്ലാം അലോഷ്യസിൻ്റെ സേവ്യറും ഉയർന്നു വന്നിരുന്നു. ഇടുക്കിയിലും പൂഞ്ഞാറിലുമാണ് അലോഷ്യസ് സേവ്യറിനെ മത്സരിപ്പിക്കാൻ നേതൃത്വം നീക്കം നടത്തിയത്. അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയതായിട്ടാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഈ സീറ്റ് ചർച്ചകളും അതിൻ്റെ വിഭജനവും തമ്മിൽ പോരും പരസ്പര ഇത്തരത്തിൽ വാഗ്വാദങ്ങളെല്ലാം ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അലോഷ്യസ് സേവ്യറിനെ മാറ്റി നിർത്തുന്ന നിലയിലേക്ക് നേതൃത്വം എത്തി. ഇത് തന്നെ അവഗണിക്കുകയാണ്. കാരണം മലയോര മേഖലകളിൽ നിന്ന് വന്ന തൻ്റെ പോരാട്ടങ്ങളെയും എല്ലാം അവഗണിക്കുന്ന നിലയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് അലോഷ്യസ് സേവ്യർ രാജിക്കത്ത് നൽകിയത്. അതിനുശേഷമാണ് ഇപ്പോൾ നേതൃത്വം KPCC നേതൃത്വം ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാനും ചില കാര്യങ്ങൾ അത് നേതൃത്വം പറഞ്ഞിരിക്കുന്നു എന്നും മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. നിലവിൽ ഒരു അനുനയ നീക്കം എന്ന നിലയിൽ നിലവിലൊരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സീറ്റ് നൽകാൻ കഴിയാത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രാജിക്കത്തിൽ നിന്നും ഒരു പിന്മാറ്റം അലോഷ്യസ് സേവ്യറിന്റെ ഭാഗത്തുനിന്നാവുന്നത്. കഴിഞ്ഞ മണിക്കൂറുകൾ കടന്നുപോയത് വലിയ നാടകീയമായ രംഗങ്ങളിലൂടെയായിരുന്നു കടന്നുപോയത്. നമുക്കറിയാം, ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നു. ഒരു ഭാഗത്ത് കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു. സുധാകരൻ രാജിവെക്കും എന്നതടക്കമുള്ള വിവരം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നു, പാർട്ടി വിട്ട് പുറത്തേക്ക് പോകും എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അനുനയ നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് സുധാകരനെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെയും മത്സരിപ്പിക്കണമെന്ന് അടൂർ പ്രകാശ് പറയുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ആശങ്ക, സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഏതായാലും ചില പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ വലിയ പ്രതിസന്ധികൾ അതുപോലെ നിലനിൽക്കുകയാണ് കോൺഗ്രസിൽ.